പിന്നെന്താ എനിക്കൊരു 5000 ചോദിക്കുമ്പോ അങ്ങനത്തെ വർത്താനം പറയുന്നത്? എല്ലാം കൂടെ 10-25,000 രൂപ നിനക്ക് ഞാൻ തരാനുണ്ട്. ശരിയാ, കിട്ടുമ്പോ ഞാനങ്ങ് തരത്തില്ലേ? എന്താടി അങ്ങനത്തെ വർത്താനം പറയുന്നേ? നീ വലിയ പണക്കാരി, എന്തായാലും 5000 രൂപ ഇടുമോളോ, ഞാനങ്ങ് തരാടി, എല്ലാം ഒന്നിച്ചങ്ങ് തരാടി. ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ, അപ്പൊ ഞാൻ തന്നേക്കാം. ഇടറി. അയ്യോ, അവൾ 5000 രൂപ ഇട്ടല്ലോ. ഈ പെണ്ണ് എന്നെ അങ്ങ് കടക്കാരിയാക്കുന്നത്. എന്താന്ന് 5000 രൂപ അവളങ്ങോട്ട് ഇട്ട് കിണിങ്ങനെ സൗണ്ട് കേട്ടോണ്ടാണോ എടുത്തോ എന്ന് പറയുന്നത്? അതെടുത്തോളാനല്ല, ഈ വീട്ടിലുള്ള വല്ല നുള്ളിപ്പെറുക്കി എടുക്കാണ്ടെങ്കിൽ എടുത്തോ. അല്ല, നുള്ളിപ്പെറുക്കാൻ ഞാൻ എന്തോന്ന് കോഴിയോ? എടി അതല്ലെന്ന് സുനാമി വന്ന്. അയ്യോ സുനാമി! എടി രമണിയെ, സുനാമി വരുന്നടി. ശങ്കരനോ സുനാമി വരുന്നത്? അല്ല, കാറ്റും കൊള്ളൊന്നും ഇല്ലാതെ ഈ സുനാമി എവിടുന്ന് വരുന്നത്? ആ സുനാമിയാണോ ഇങ്ങോട്ട് വന്നത്? പിന്നെ നമ്മുടെ ഇടുക്കിന്ന് ഉണ്ണിമാമൻ വന്നെന്ന്. അയ്യോ, അതാണെങ്കിൽ എന്റെ ദൈവമേ, സർവ്വതും നശിപ്പിക്കും. വന്നാ 1 മാസം കഴിഞ്ഞ് പോകുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കണ 3 പിള്ളേരെ വീഡിയോ ഒലിപ്പിക്കാൻ പഠിച്ച ആ പിള്ളേർ ഇപ്പൊ ജുവനൽ ഹോമിലാണ്, അറിയാം. അതെല്ലാം പോട്ടെ, ഞാൻ വർക്കിന് പോകുന്നിടത്ത് പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കുളിക്കടവിൽ കുളിച്ചോണ്ട് നിന്നപ്പോ അവരെല്ലാടെ തുണി എടുത്ത് ആലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതെന്റെ ലീലയാന്ന് പറഞ്ഞില്ലേ? ഈ പുള്ളിയുടെ ലീലാബസ് ഇവിടെ തുടരും. അതുകൊണ്ട് ഈ പിള്ളേരെ വരുത്തരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞ് പോകാം. ഇപ്പൊ എന്താ പെറുക്കാന്? ഒന്നും പെറുക്കണ്ട, പോയേ വന്ന് വലിയ സെറ്റപ്പിലാണല്ലോ ഇത്. ഞങ്ങളൊരു വഴിക്ക് പോകാനായിട്ട് പോകുമായിരുന്നു. ഞങ്ങൾ അമ്മാവന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ നാക്കെടുത്ത് ഇട്ടതല്ലോ കേട്ടോ. എന്താ അമ്മാവൻ എവിടെയായിരുന്നു ഇത്രയും കാലം? വന്നില്ലല്ലോ കുറെ നാളായിട്ട്. നിങ്ങൾ രണ്ടും കൂടെ കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കണക്കായിപ്പോയി. അമ്മാവനൊരു കാര്യം ഇപ്പൊ പോക്കോ, പിന്നെ ഞങ്ങളെ ഒരു അത്യാവശ്യം ഒരു കല്യാണത്തിന് പോകണം. ആരുടെ കല്യാണത്തിന്? കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മായി അച്ഛന്റെ മൂത്ത മകനുണ്ടല്ലോ, അവന്റെ. അത് നീയല്ലേ? പിന്നെ അല്ലാതെ ഇവിടെ അമ്മായിട്ടന്റെ മൂത്ത മോൻ നീയല്ലേ? പറയാനറിയത്തില്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. കണ്ണ പറഞ്ഞോണ്ട്. അല്ല, എന്തായാലും എന്ത് കോലം ഇത്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ. അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ. സായിപ്പ് നിങ്ങൾക്ക് കാണുമ്പോഴെടുത്ത് കണ്ണട വെച്ച് തരാൻ പോവില്ലേ? അല്ലടാ, സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ. ഞാനിങ്ങനെ ഇതെന്ത് കോല ഇത്, ആരുടെ ഇതൊക്കെ? കൈലി മുണ്ടും ഈ ഗ്ലാസും വെച്ചോണ്ട് വരാൻ പറ്റുമോ? പുള്ളിയുടെ ഡ്രസ്സാ ഇത്. ഇച്ചിരി തോൽവിയാ, ഇത് ഓക്കെയാ. ഇതിട്ടോണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു വാച്ചും കിട്ടി. അപ്പൊ സായിപ്പ് വെള്ളത്തിൽ ഇറങ്ങി ഞെളിവരി കൊണ്ടുണ്ട് മീൻ കൊത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇപ്പൊ ഇതെന്നെ അമ്മാവൻ പൊക്കോ. ഒന്നാമത്തെ കാര്യം ഇവിടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖവും. എന്റെ അമ്മാവ ഒരു കാര്യം കേൾക്കണം എന്റെ പൊന്നമ്മാവ, ഇവിടെ അരിയും കിരിയില്ല. കിരിയോ? അല്ല, ഞാൻ എന്തേലും പറയുമ്പോ അങ്ങനെ ഞാൻ പറയാറുള്ളൂ. ഇവിടെ മുളവും കിളവും ഇല്ല, ഇവിടെ മല്ലിയും കില്ലിയില്ല, ഇവിടെ പുളിയും ഒന്നുമില്ല. അപ്പൊ ഇവിടെ പട്ടിണി കിട്ടണിയാണ്. അത് തന്നെ അമ്മാവനും കുമാവനും പൊക്കളാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പോകുന്നില്ല. ഞാൻ 1 മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്റെ അമ്മാവ ഇവിടെ നിന്ന് പോയിത്ത അമ്മാവനൊന്ന് പൊക്കി ഇവിടുന്ന് ഇറക്കി വിടും. പറയിപ്പിക്കാൻ വേണ്ടി അമ്മാവൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. അമ്മാവനോട് ഇറങ്ങിപ്പോ, ഇടുക്കി തന്നെ പൊയ്ക്കോ പോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. എന്തോന്ന്? എനിക്ക് പെണ്ണും പിടക്കോഴൊന്നും ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ ഓടിച്ചു വിടണേ. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലാർന്നറിയാ. സെന്റിമെന്റ്സ് അടിക്കുന്നോട്ട് ഈ കിളവനെ നിർത്തിയ ഇങ്ങനെ സ്വഭാവം. പക്ഷെ ഞാൻ പോകുന്നതല്ല. എന്റെ അനിയനുണ്ടല്ലോ ദിവാകരൻ, അവന്റെ വീട്ടിലേക്കാ പോണേ. പറയാതെ ചെല്ലണേ, ഇല്ലെങ്കിൽ അവനോട് സ്ഥലവും വിട്ടിട്ട് പോയി കളയും. നിങ്ങൾ വന്നിടന്ന് അറിഞ്ഞാ ഞാൻ ദിവാകരന്റെ വീട്ടിലേക്ക് പോണേ. അവന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എന്റെ കയ്യിൽ ഇച്ചിരി ഗോൾഡ് ഉണ്ട്, ഞാൻ കൊടുത്തോളാം. ഇങ്ങോട്ട് വന്ന് എന്തോ നീ കാശ് കാണിക്കുന്നേ? അല്ല അമ്മാവനെ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞായിരുന്നു. പോയിട്ട് അവിടം വരെ എത്തിയില്ലേ? അപ്പൊ പറഞ്ഞ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. കയ്യിൽ എന്തോ അത് സ്നേഹമുണ്ട്. എനിക്കറിയാലോ. വേറെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. പറ. ഗോൾഡ്. അമ്മാവനെ ഈ വയസ്സാം കാലത്ത് ആരും നോക്കാനാടി കുറെ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തരാൻ വേണ്ടി വന്ന എന്റെ ചക്ര. എത്ര ഗോൾഡ് ഉണ്ട്? ഒരു 50 ഗ്രാം കാണും. 50 ഗ്രാം? എന്റെ മനുഷ്യ, ഇപ്പോഴത്തെ വില വെച്ച് 50 ഗ്രാം എന്ന് പറയുമ്പോ ഒരു 6-7 പവൻ കാണും. ഇത് 3-4 ലക്ഷം രൂപയുടെ വകയാ. ഇവിടെ കവനം എല്ലാം മാറ്റിട്ട് വിടണം. എന്താണ് ഉച്ചക്ക് കഴിക്കാൻ? താറാവ് കറി ഉണ്ട്, വേണോ? തെറിയാണോ പറഞ്ഞത്? അല്ലല്ല, താറാവ് കറി ഉണ്ട്, വേണോന്ന്. അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി. 1 മാസമെങ്കിലും നിൽക്കണം. അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് പോകണോ? അങ്ങ് ഒറ്റടിക്ക് അങ്ങ് പോകരുത്. 1 മാസം കഴിഞ്ഞിട്ട് പോകണം. എനിക്കൊരു റൂം ഇങ്ങ് തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. റോള് വേദനിക്കും, ഇതിങ്ങോട്ട് ഊര്. ഒരു റൂം ഇങ്ങ് തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. റൂമിൽ കിടന്നോണം, പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ.
പുറത്തിറങ്ങുന്ന പരിപാടിയില്ല, ഞാൻ അവിടെ കിടക്കും. അല്ല, അമ്മാവന്റെ മറ്റേ ദുശീലങ്ങളെ ഏത്? പുളിക്കടവിൽ പോയി ഇനി ഞാൻ കുളിക്കടവിൽ നോക്കുന്ന പരിപാടിയില്ല. ആണോ? ഞാൻ എന്റെ ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു വിറ്റിട്ട് ഞാനൊരു ബൈനോക്കുലർ മേടിച്ചിട്ടുണ്ട്. അതിൽ കിടന്ന് നോക്കാം. 2 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം വിശദമായിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവും. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അമ്മാവനെ നേരെ ചുവ നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയോ തെറിയോ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ അടിച്ചു നിന്നെ കാരണം പോക്കില്ല. അടിയോടോ തന്നെ. അയ്യോ ചേട്ടാ എന്നെ അടിക്കല്ലേ, അയ്യോ ചേട്ടാ എന്നെ അടിക്കല്ലേ, ചേട്ടൻ ഇങ്ങോട്ട് മാറി. അമ്മാവൻ പോവല്ലേ, അമ്മാവൻ പോവല്ലേ. അമ്മാവൻ പോയി കഴിഞ്ഞാ ഈ ചേട്ടൻ എന്നെ അടിക്കും. അമ്മാവാ പോവല്ലേ, അമ്മാവാ പോവല്ലേ, അമ്മാവാ. നല്ല അഭിനയം. ശാരദ അവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉർവശിയല്ലേ? അത് ഇച്ചിരോടെ വരണം, എന്നാലേ കിട്ടത്തുള്ളൂ. അമ്മാവന് ഊണൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക, എന്താന്ന് വെച്ചാ ചെയ്യേ. അമ്മാവൻ ഇപ്പൊ പോവാനുള്ള ആ ഒരു തീരുമാനം. ഇല്ല, ഞാൻ പോകുന്നില്ലല്ലോ. ഇല്ല. ഈ വയസ്സാങ്കാലൊക്കെ അല്ല അമ്മാവന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ബാഗിന്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. അത് അവിടെ കൊടുത്താൽ അവർ അലമാരിൽ അരിപ്പാട്ടിലൊക്കെ കൊണ്ട് വെച്ചോളൂ. നമ്മൾ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ബാഗ് ലോക്കറിൽ കൊണ്ട് വെക്കാം. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഞാൻ. അല്ല, ഞാൻ റൂമിൽ കാണും. വേണ്ട, ഇവിടെ നിൽക്കും, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ പോകല്ലേ, ഞാൻ പറഞ്ഞ കേൾക്കുന്നു. അങ്ങനെ പോലെ എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ മോനെ, ഞാൻ പറഞ്ഞത് എന്നാന്ന് എനിക്ക് പിടി കിട്ടിയില്ലേ. അമ്മാവനാണ് ഞങ്ങളുടെ പൊന്ന്. അമ്മാവനൊന്നും വരൂല കേട്ടാ, ഇവിടെ നിന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ സാധനങ്ങളങ്ങ് എത്തിച്ചേര്. അതിനെ ഓൾഡേ എത്തിച്ചേര്. അവിടെ ആകുമ്പോ സുരക്ഷിതമായിട്ട് ഇരുന്നോളൂ. ശരി, കൊല്ലും ഞാനൊന്ന്. ഗോൾഡ് എവിടാ? ഓക്കെ. ഒരു കള്ളന്മാരും എന്റെ ബാഗിൽ നിന്ന് അറിയാമോ എടുക്കത്തില്ല. അല്ല, എന്നാലും അത് മാമ എന്തിനാ വെറുതെ അങ്ങ് കൊടുത്തേക്ക്. സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെക്കാം. 2 വള, ഒരു മാല എനിക്ക് തരണേ. എടുത്തോ. പണയം വെച്ചാൽ നിങ്ങൾ എടുക്കത്തില്ല, നമുക്ക് വിറ്റേക്കാം. എന്നിട്ട് പൈസ എല്ലാവരും കടം തീർക്കണം. അവിടെ കൊടുത്ത് നിന്റെ ഞാൻ തരത്തില്ല. മുന്തിരിങ്ങ ആപ്പിളും ഒക്കെ ഞാൻ കൊടുത്തല്ലോ, എനിക്ക് തരത്തില്ലെന്ന്. അത് എന്റെ അമ്മാവനല്ലേ, എനിക്കല്ലേ തരുള്ളൂ, എനിക്കല്ലേ അവകാശം, എനിക്ക് അറിയാലോ. നിന്റെ കയ്യിലേക്ക് തരാം. ആയിക്കോട്ടെ കേട്ടോ, പണയം വെക്കുവോ വിൽക്കുവോ എന്താണെന്ന് വെച്ച് ചെയ്യും. ഇത് സൂക്ഷിച്ചോണ്ട് വയ്ക്കുന്ന കടം തീരട്ടെ അതിന്റെ. എന്താ ഇത്? ഇതെന്താന്നിത്? ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡെന്നോ? അല്ല, 1-ാം തരം നീലച്ചടയൻ കഞ്ചാവെന്നോ? തന്റെ ഗോൾഡ് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇതുകൊണ്ട് ഈ സാധനമാണ് നിങ്ങൾക്ക് തരാമെന്ന്. ഞങ്ങൾ എല്ലാം വഴിതെറ്റിക്കുന്ന ഈ ഒരു സാധനോ? ഇനി മേലെ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതോടെ നിങ്ങൾ പോ, ഈ വീട്ടിൽ നിന്ന് സ്ഥലം വിട്. എടാ, എനിക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റില്ലെന്ന്. കട്ടപ്പനയ്ക്ക് പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിക്കുക? പിന്നെ കേരള പോലീസ് എന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ വില ഇട്ടേക്കുവാ. ഞാൻ അങ്ങനെ പോകും, നീ പറ. നിങ്ങളുടെ ഈ സാധനം മേടിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കടം വീട്ടാനുള്ള സാധ്യത ഇവിടെ. അതെങ്ങനെ? സർക്കാർ 10 ലക്ഷം രൂപ പറഞ്ഞിരിക്കാണോ? ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പോലെ 10 ലക്ഷം നമുക്ക് കിട്ടൂലേ? പിടിക്കേട്ട